വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പാക്കിയിട്ടുള്ള പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ പ്രമുഖയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് വീണ ജോർജ് മത്സരിക്കുന്നത്. 2016 അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അന്ന് ഏതാണ്ട് 7646 വോട്ടുകൾക്ക് സിറ്റിംഗ് MLA ആയിരുന്ന കെ ശിവദാസൻ നായരെ പരാജയപ്പെടുത്തുന്നു. പിന്നീട് 2021 വരുമ്പോൾ ആ ഭൂരിപക്ഷം അവർക്ക് ഉയർത്താൻ കഴിഞ്ഞു. 19,003 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് 2021 നേടിയത്. അങ്ങനെ തുടർച്ചയായി 2 തവണ വിജയിച്ച 2ാം തവണ ആരോഗ്യമന്ത്രിയായിട്ട് പിണറായി മന്ത്രിസഭയിൽ സ്ഥാനം കിട്ടി. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ആരോഗ്യവകുപ്പിനെ ഏറ്റവും മോശം വകുപ്പുകളിലൊന്നാക്കി മാറ്റി ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞ ഒരു സംവിധാനമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് വീണ ജോർജ്. ആ വീണ ജോർജ് ഇത്തവണ 3ാമൊരു അംഗത്തിന് രംഗത്തിറങ്ങുമ്പോൾ അവിടെ പ്രതികൂല ഘടകങ്ങൾ നിരവധിയാണ്. പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. കുടുംബത്തിനകത്തു നിന്ന് പോലും വീണ ജോർജിൻ്റെ സ്ഥാനാർത്ഥത്തിനെതിരെ ഭർത്താവ് പോലും രംഗത്ത് വന്നു. ഒപ്പം ഈ പറയുന്ന പോലെ MLA എന്നുള്ള നിലയിൽ, പരാജയപ്പെട്ട മന്ത്രി എന്നുള്ള നിലയിൽ ഒരു വലിയ ജനവിരുദ്ധ തരംഗം ആ മണ്ഡലത്തിൽ അലയടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന സംസ്ഥാന വ്യാപകമായി അലയടിക്കുന്ന സർക്കാർ വിരുദ്ധ തരംഗവും ആറന്മുളയിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ വീണ ജോർജിൻ്റെ പരാജയം സുനിശ്ചിതമാണ്. മറുവശത്ത് UDF ആ മണ്ഡലം 10 വർഷത്തിന് ശേഷം തിരികെ പിടിക്കാനായിട്ട് അവിടെ രംഗത്തിറക്കിയിരിക്കുന്നത് ചുണക്കുട്ടികളിൽ ഒരാളായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി കൂടിയായിട്ടുള്ള അബിൻ വർക്കിയെയാണ്. BJP തങ്ങളുടെ A ക്ലാസ് മണ്ഡലമെന്ന് കരുതുന്ന ആറന്മുളയിൽ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള കുമ്മനം രാജശേഖരനെയും മത്സര രംഗത്തിറക്കിയിരിക്കുകയാണ്. എന്തായാലും വീണ ജോർജ് അവിടെ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ ബഹുദൂരം പിന്നിലാണ് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അബിൻ വർക്കി 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലാണ് അബിൻ വർക്കിയുടെ പേര് പ്രസിദ്ധീകരിച്ചത്, സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായത്. അതിനുശേഷം അപ്പോഴേക്കും CPM സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതുകൊണ്ട് ഒരാഴ്ചയോളമായിരുന്നു. ആ രീതിയിൽ പ്രചരണത്തിൽ മുന്നേറാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ അബിൻ വർക്കി പ്രചരണ രംഗത്തിറങ്ങി കഴിഞ്ഞതോടുകൂടി LDF CPF പിന്നോക്കം പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അഭൂതപൂർവമായ രീതിയിൽ ഒരു മുന്നേറ്റമാണ് അബിൻ വർക്കി അവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം അവിടെ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച ഒരു സംവാദ പരിപാടി, ആ സംവാദ പരിപാടിയിൽ LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും എത്തി. BJP സ്ഥാനാർത്ഥി ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. വീണ ജോർജും അബിൻ വർക്കിയും തമ്മിലുള്ള ഒരു നേർക്കുനേർ സംവാദമാണ് അവിടെ നടന്നത്. ആ സംവാദത്തിൽ വീണ ജോർജിനെ നിലം പരിശാക്കി വിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി ആ സംവാദത്തിനെത്തിയ വീണ ജോർജ്, അമിത ആത്മവിശ്വാസമെന്ന് നമുക്ക് പറയേണ്ടി വരാം, ആ വീണ ജോർജിനെ തൊട്ടടുത്ത് ഇരുത്തിക്കൊണ്ട് ഒന്നും നിഷ്പ്രഭമാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇരുത്തിപ്പൊരിക്കുക, നിർത്തിപ്പൊരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഇരുത്തിപ്പൊരിക്കുക എന്നതാണ് സത്യത്തിൽ അവിടെ നടന്നത്. ഓരോ വിഷയത്തെക്കുറിച്ചും വീണ ജോർജ് ആദ്യം തങ്ങളുടെ സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച്, ആരോഗ്യവകുപ്പിൻ്റെ മികവിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു വന്നത്. എന്നാൽ ആരോഗ്യവകുപ്പിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ പിടിപ്പുകേടുകൾ ഓരോന്നായിട്ട് അക്കമിട്ട് നിരത്തിക്കൊണ്ട് അബിൻ വർക്കി അതിനെതിരെ ആജ്ഞാപിച്ചു. വയറ്റിൽ കത്രിക കുടുങ്ങിയ പല സംഭവങ്ങൾ, അത്തരത്തിലുള്ള മറ്റു പ്രശ്നങ്ങൾ, ആശുപത്രി കെട്ടിടം തകർന്നു വീണ സംഭവങ്ങൾ, ഒപ്പം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉൾപ്പെടെ ആരോഗ്യവകുപ്പിനെ വിമർശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. അതിനൊന്നും തന്നെ വീണ ജോർജിന് മറുപടി ഉണ്ടായിരുന്നില്ല. കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവം അത് തൻ്റെ കാലത്തല്ല, അത് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ കാലത്താണെന്ന് പറഞ്ഞ് ഒഴിയുന്ന വീണ ജോർജിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ കഴിഞ്ഞ 2 മാസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തനിക്കെതിരെ കരിങ്കൊടി പ്രകടനം ഉണ്ടായപ്പോൾ അതിൽ തൻ്റെ കഴുത്തുളുക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി കാട്ടിയ നാടകവും, അതിനെ തുടർന്ന് ഗുരുതരമാണ്, വിശ്രമം വേണമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വന്നതിൻ്റെ മണിക്കൂറുകൾക്കകം കണ്ണൂരിൽ നിന്നും കാറിനകത്ത് പത്തനംതിട്ടയിലേക്ക് യാത്ര ചെയ്ത ആരോഗ്യമന്ത്രിയുടെ കള്ളത്തരവും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടി അബിൻ വർക്കി ആ സംവാദത്തിൽ നിറഞ്ഞാടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനൊന്നും തന്നെ കൃത്യമായ മറുപടി നൽകാൻ, ആ വാദങ്ങളെ ഖണ്ഡിക്കാൻ വീണ ജോർജിന് കഴിഞ്ഞില്ല. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഈ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, അതിന് അബിൻ വർക്കി ശക്തമായ മറുപടി നൽകുന്നുണ്ട്, കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. ഒപ്പം തന്നെ DYFIയുടെ ആ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ ഫണ്ട് കളക്ഷനിലെ ക്രമക്കേടുകളും കള്ളത്തരങ്ങളും അബിൻ വർക്കി അവിടെ തുറന്നു കാട്ടി. അതിനൊന്നും തന്നെ കൃത്യമായ മറുപടി നൽകാൻ കഴിയാതെ പാർട്ടിയെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കുന്ന വീണ ജോർജിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതോടുകൂടി വീണ ജോർജ് സ്വാഭാവികമായിട്ടും അവരുടെ ആ ബോഡി ലാംഗ്വേജും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആ മത്സരം കൈവിട്ട പ്രതീതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എന്തായാലും അബിൻ വർക്കി തൻ്റെ ശക്തമായിട്ടുള്ള പ്രചരണത്തിലൂടെ അവിടെ മുന്നേറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ആറന്മുള നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയും ഒപ്പം തന്നെ മറ്റ് 12 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ്. മൊത്തം ഏതാണ്ട് 13 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആറന്മുള നിയമസഭാ മണ്ഡലത്തിന് പരിധിയിലുണ്ട്. വലിയൊരു മണ്ഡലമാണ്. അവിടെ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് UDF ഉണ്ടാക്കിയിരിക്കുന്നത്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ഭരണം UDF മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി പിടിച്ചു. ബാക്കിയുള്ള 12 ഗ്രാമപഞ്ചായത്തുകളിൽ ഏതാണ്ട് 10 ഗ്രാമപഞ്ചായത്തുകളുടെയും ഭരണം UDFനാണ്. LDFനെ സംബന്ധിച്ച് 2 പഞ്ചായത്തുകൾ മാത്രമേ അവർക്ക് കൈവശമുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വലിയൊരു മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആറന്മുളയുടെ രാഷ്ട്രീയ സ്വഭാവം സാഹചര്യം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് UDF. അവിടേക്കാണ് അബിൻ വർക്കി എത്തുന്നത്. സാമുദായിക പിന്തുണ അവിടെ അബിൻ വർക്കിക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ കുമ്മനം രാജശേഖരൻ അവിടെ വലിയ പ്രതീക്ഷയോടു കൂടിയാണ് രംഗത്തിറങ്ങുന്നത്. എന്നാൽ എന്തെങ്കിലും കാര്യമായ ഒരു ചലനം അവിടെ കുമ്മനം രാജശേഖരന് BJPക്ക് നടത്താൻ കഴിയുമെന്ന് കരുതുന്നില്ല. സ്വാഭാവികമായിട്ടും അവർ 3ാം സ്ഥാനത്തേക്ക് തന്നെ പോകും. അവിടെ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നത് അബിൻ വർക്കിയും വീണ ജോർജും തമ്മിലാണ്. ആ പോരാട്ടത്തിൽ അബിൻ വർക്കി ബഹുദൂരം മുന്നിലാണ് എന്നാണ് നിരവധി ചാനലുകളുടെ സർവേകളിലുമൊക്കെ തന്നെ അവർ വിലയിരുത്തുന്നത്. എന്തായാലും 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആറന്മുള നിയമസഭാ മണ്ഡലം UDF തിരികെ പിടിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ആറന്മുളയിലെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്.